ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്കേർട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കേർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സ്കേർട്ടാണ് ടോപ്പ് ചെയ്യുന്നുണ്ട്. ടോപ്പിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, സ്കേർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ സ്കേർട്ടിന് വേണ്ടിയിട്ട് സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുത്ത് സ്ലബ് സിൽക്കിൻ്റെ മെറ്റീരിയൽ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് ഒരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതുപോലെ അടിയിൽ ബോർഡർ വെച്ച് കൊടുക്കേണ്ടത് അതൊരു 1.5 മീറ്ററും കൂടി വാങ്ങിയിട്ടുണ്ട്. ഇത്രയും മെറ്റീരിയലാണ് എടുത്ത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ നമ്മുടെ ലെങ്ത്ത് വരുന്നത് അതിൽ നിന്നും ഒരു 10 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഗ്രീൻ കളർ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ബോർഡറും കാര്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു 10 മീറ്റർ കുറക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് എത്രയാണോ നമ്മുടെ അരവണ്ണം, കുട്ടിയുടെ അരവണ്ണം എത്രയാണോ വരുന്നതെന്ന് വെച്ചാൽ ആ ഒരു അരവണ്ണം മാർക്ക് ചെയ്യാം. പിന്നെ അതിന് വെച്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൂടി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 11 എടുത്തിട്ടുള്ളത്. അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് ചുരുക്ക് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഡബിൾ വീതിക്ക് നമുക്ക് ഈ ബാൻഡ് എടുക്കാം. ഞാൻ കുറച്ച് ഇപ്പം എനിക്ക് 19 ആണ് അരവണ്ണം വരുന്നത്. ഞാനൊരു 22 വെച്ചിട്ടാണ് ചെയ്യുന്നത്. 22 വെച്ചും കുറച്ച് ഒരു 3 ഇഞ്ചിൻ്റെ ഒരു അത്ര പോലെ എക്സ്ട്രാ തുണി എടുക്കുന്നില്ല. പിന്നെ തയ്യൽ തുണിന് എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എടുക്കുന്നത്. ഇപ്പോൾ 20 അരവണ്ണം വരുന്നതെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് 40 വേണമെങ്കിൽ നമുക്ക് ഈ ബാൻഡ് എടുക്കാം. അതാകുമ്പോൾ നല്ല ചുരുക്ക് കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് ചുരുക്ക് ഇടുന്നില്ല. ഇനി നമുക്ക് എത്രയാണോ പിന്നെ അതിൻ്റെ വിടുത്ത്, ഞാൻ 4 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ഞാൻ ആദ്യം 5 എടുത്തിട്ട് പിന്നെ അത് മാറ്റുന്നുണ്ട്. 4 ഇഞ്ച് അലാസ്റ്റിക്, 1 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് വെക്കുന്നതാണ്. 4 ഇഞ്ച് വീതി എടുത്താൽ മതി. പിന്നെ അടിവശത്തേക്കുള്ള പിന്നെ ഇത് ബോർഡർ തയ്യാറാക്കിയിട്ടുണ്ട്. ബോർഡർ ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ. നമുക്ക് എത്രയാണ് മെറ്റീരിയൽ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ 1.5 മീറ്റർ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ നല്ല വശത്തോട്, ഗ്രീൻ കളർ മെറ്റീരിയലിൻ്റെ നല്ല വശത്തോട് ഈ ബോർഡറിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സൈഡിലേ കൂടി ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അടിക്കാം. അതേപോലെ തന്നെ അതിൻ്റെ അടിവശം കൂടി ഞാൻ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം അടിവശം മടക്കി അടിച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം നമുക്കത് പതിച്ചെടുക്കണം. നമ്മൾ ഈ റെഡ് കളറിലേ വേണം പതിച്ചടിക്കാൻ വേണ്ടി. ഗ്രീനിലൊട്ടും ആവാൻ പാടില്ല. റെഡിലേ വെച്ചിട്ട് അറ്റത്ത്, ഗ്രീൻ്റെ അറ്റത്ത് വരുന്ന രീതിക്ക്, റെഡിൽ തന്നെ വെക്കണം. ഗ്രീൻ്റെ അറ്റത്ത് വരുന്ന രീതിക്ക് മൊത്തത്തിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം. പതിച്ചടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരവണ്ണം എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടിയിട്ടും. ഇതേപോലെ തന്നെ ലൈനിങ്ങും ഫ്രില്ലിട്ട് എടുക്കാം. രണ്ടും വേറെ വേറെ ഫ്രില്ലിട്ട് എടുത്തിട്ട് ഒന്നിച്ച് വെച്ചിട്ട് റൗണ്ടിൽ ഒന്നിച്ച് വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ബാൻഡ് ഇതുപോലെ ലൈനിങ് വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് ടച്ച് ചെയ്തെടുത്തിട്ട് ഒരു സൈഡ് ഒരു മടക്കിയിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇതിൻ്റെ ജോയിൻറ്റ് വരുന്നത്, 2 തുണിയുടെ ജോയിൻറ്റ് വരുന്ന വശം ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന രീതിക്ക് ഇതുപോലെ അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒന്നിങ്ങനെ വെച്ച് കൊടുക്കാം. അതായത് സൈഡ് നമ്മൾ അടിക്കുന്നില്ല, ആ അടിക്കുന്നതും ഈ ബാൻഡിൻ്റെ അടിയും ഒരേ രീതിക്ക് താഴേക്ക് വരണം. അപ്പോഴേ കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്കിതാ അതിൻ്റെ അടുത്ത് ഇതുപോലെ പീസ് വെച്ചിട്ട് റൗണ്ടിലൊന്ന് അടിച്ച് കൊടുക്കാം. എന്നിട്ട് അടിച്ച് ആദ്യം റൗണ്ടിൽ അടിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ തുടങ്ങിയതിൻ്റെ അടുത്ത് എത്തൂലേ, തുടങ്ങിയതിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെ കുറച്ച് വിട്ടിട്ട് നമുക്കൊന്ന് ലോക്ക് ഇട്ടിട്ട് നമുക്ക് ബാക്കി ബാലൻസൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആ സൈഡും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം.
അത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സൈഡ് കര മടക്കി അടിച്ചില്ല, ആ വശം ഇപ്പം നല്ല വശത്ത് വരും. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിടണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ലാസ്റ്റ് അതിൻ്റെ അടുത്ത് എത്തുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് അലാസ്റ്റിക് ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ചെറിയൊരു ഗ്യാപ്പ് വിടാം. പിന്നെ അലാസ്റ്റിക് എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിയുടെ അരവണ്ണം എത്രയാണോ വരുന്നത് അതിനേക്കാളും ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് അലാസ്റ്റിക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ട് ആ അലാസ്റ്റിക് കൂടി ഒന്ന് ടൈറ്റിൽ അടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഗ്യാപ്പ് വരുന്നില്ല, ആ ഗ്യാപ്പും കൂടി ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ പാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ഫസ്റ്റ് ഫോട്ടോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ലാസ്റ്റ് ഒരു വീഡിയോയും കൂടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. താങ്ക്